ഹായ് ഹലോ എല്ലാവർക്കും വാക്ക് വിത്ത് മീയിലെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് തൊട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തങ്ങ് പോവാം. ജനുവരി ഫെബ്രുവരി അല്ലാതെ 2-3 വീഡിയോസ് ആയിട്ട് ഉൾക്കൊള്ളിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് 1-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. മാർച്ച് 1-ലെ കറണ്ട് അഫയേഴ്സ് ആണ്. അധികം ഒന്നും ഇല്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും കണ്ണുകൾ അടച്ച് പറയുന്ന കാര്യമൊക്കെ ശ്രദ്ധിച്ചേക്കുക. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പോസ് ചെയ്ത് വെച്ച് ആ ക്വസ്റ്റ്യനും ആൻസർ എഴുതിയെടുക്കുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ കരയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ജീവിയുടെ ഫോസിൽ. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ കരയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ജീവിയുടെ ഫോസിൽ എന്ന് ചോദിച്ചാൽ കാംബേകാരിസ് ഒബനെസിസ്. ഇപ്പൊ കണ്ടെത്തിയതാണ് അതാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ കരയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ജീവിയുടെ ഫോസിൽ ഏതാണെന്ന് ചോദിച്ചാൽ കാംബേകാരിസ് ഒബനെസിസ്. ഓർക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ഡയറക്ടർ ആരാണ്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് സുമൻ കുമാർ ആണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആര്? സുമൻ കുമാർ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ഡയറക്ടർ ആരാണ്? സുമൻ കുമാർ. എന്നോടൊപ്പം പറഞ്ഞു പോവുക, പഠിച്ചു പോകുക. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? സുമൻ കുമാർ. ഒപ്പം പഠിച്ചു പോണം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? സുമൻ കുമാർ. പഠിച്ചു പോകാൻ വേണ്ടിയാണ് ഒരുപാട് വട്ടം ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിച്ചു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം ബോറിസ് സ്പാക്സ്കി. നല്ല അടിപൊളി പേരാണല്ലേ. ചെസ് കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമൊന്നും ആയിരിക്കത്തില്ലല്ലോ, ചിലർക്ക് അത് ബോറായിരിക്കും. അങ്ങനെ വെച്ചൊന്ന് കോഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസമാണ് ബോറിസ് സ്പാക്സ്കി. എന്താണ്? ബോറിസ് സ്പാക്സി. ബോറിസ് സ്പാക്സി. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം ബോറിസ് സ്പാക്സ്കി. അപ്പൊ ശ്രദ്ധിക്കുക, ബോറിസ് സ്പാക്കിയാണ് 2025 അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം. അപ്പോൾ കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഏത് ജില്ലയിലാണ്? കൊല്ലം. ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വിർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും അനുഭവിക്കാൻ ഇത് അവസരമൊരുക്കുന്നു. അതാണ് വി പാർക്ക് എന്ന് പറയുന്നത്. അത് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം. കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം. ഓർക്കുക, കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം. ഞാനൊരു കൊല്ലം ജില്ലക്കാരിയാണോ. നിങ്ങൾ ഏത് ജില്ലയെന്ന് കമന്റ് ചെയ്യുക. അടുത്തത്, ലോക്സഭാ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 2. ലോക്സഭാ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിൽ നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം 2 ആണ്. 2021 സെൻസസ് അടിസ്ഥാനമാക്കി 2025 ഫെബ്രുവരി 15 പ്രഖ്യാപിച്ച പുനർവിഭജനത്തിൽ കേരളത്തിന്റെ സീറ്റുകൾ 20 എണ്ണത്തിൽ നിന്ന് 18 കുറയും. ഇതിന് പ്രധാന കാരണം എന്താണ്? ജനസംഖ്യ വളർച്ച നിയന്ത്രിച്ചതിന്റെ ഭാഗമായാണ് ഈ മാറ്റം വന്നത്. അപ്പോൾ ലോക്സഭാ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 2. 20 ആയിരുന്നു, അത് 18 കുറയും. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിൽ ഒന്നായി അടിച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന മൈക്രോസോഫ്റ്റ് സംരംഭം സ്കൈപ്പ്. ലോകത്തിലെ ആദ്യ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിൽ ഒന്നായി അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന മൈക്രോസോഫ്റ്റ് സംരംഭം ഏതെന്ന് ചോദിച്ചാൽ അത് സ്കൈപ്പ് ആണ്. അപ്പോൾ ഈ 2003 ഇതൊക്കെ ഭയങ്കര തരംഗമായിരുന്നു. ആദ്യത്തെ വീഡിയോ കോൺഫറൻസിംഗ് ആയിരുന്നു, അത് ഭയങ്കര തരംഗമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് നമ്മൾ വീഡിയോ കോൺഫറൻസിംഗ് ആയിട്ട് മൈക്രോസോഫ്റ്റ് സംരംഭമൊക്കെ ഒരുപാട് ഉണ്ടല്ലോ. അപ്പം അത് വന്നതോടുകൂടി ഇതെന്ത് ചെയ്യുന്നു, താറുമാറായി പോയി. അതുകൊണ്ട് സ്കൈപ്പ് എന്ത് ചെയ്യുന്നു, ഇപ്പം ഒന്നായിട്ട് അടച്ചുപൂട്ടാൻ പോകുന്ന മൈക്രോസോഫ്റ്റ് സംരംഭമാണ് സ്കൈപ്പ് എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കരസേനയിലെ സംഘം ഏതെന്ന് ചോദിച്ചാൽ ഐബക്സ് ബ്രിഗേഡ് ആണ്. ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കരസേനയിലെ സംഘം ഏതെന്ന് ചോദിച്ചാൽ ഐബക്സ് ബ്രിഗേഡ് ആണ്. ഇത്രയേ ഉള്ളൂ 1-ാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. എല്ലാവരും എഴുതി വെച്ച് പഠിക്കുക, ഇന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അടുത്ത ദിവസത്തെ കറണ്ട് അഫയേഴ്സും ക്ലാസ്സുകളായിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്ത് എല്ലാം മുമ്പോട്ട് പോവുക.